റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം യജൂഉ ബിയദിഹി ഖസാഇനുൽ അർദ്, ഭൂമിയുടെ ഖജനാവുകൾ കയ്യിലുണ്ടായിട്ടും നോമ്പ് നോറ്റ് പട്ടിണി കിടന്നിരുന്ന നബിയാണ് യൂസുഫ് അലൈഹിസ്സലാം. അപ്പൊ അവരോട് ചോദിച്ചു, എന്തിനാണ് യൂസുഫ് നബിയെ നിങ്ങൾ ഇത്രത്തോളം പട്ടിണി കിടക്കുന്നത്? അഖാഫു അൻ നശ്ബഅ ഫഅൻസൽ ജായിഈൻ, നോമ്പില്ലാതിരുന്നാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കൂല, നോമ്പില്ലെങ്കിലും കുറച്ചേ ഭക്ഷണം കഴിക്കൂ. അപ്പൊ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ? പറഞ്ഞു, ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ വിശക്കുന്നവരെ മറന്നുപോകുമല്ലോ, അതുകൊണ്ടാണ്. യാ അല്ലാഹ്, വിശക്കുന്നവരെ മറക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കുറച്ചേ കഴിക്കൂ, ഞാൻ വിശക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് കൊട്ടാരങ്ങളിൽ വിളമ്പുന്ന ഭക്ഷണം നൽകിയിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സിഹ്റു റസൂലില്ലാഹ്, ഹബീബായ നബിയുടെ പുതിയാപ്പിള. വയുഫ്തിറു അലാ ഖുബ്സി അശ്ശഈരി വൽ ഖല്ലി വസ്സൈത്, എണ്ണയും ഒലിവെണ്ണ, എണ്ണയും സുർക്കയും ബാർലിയുടെ ഖുബ്സുമാണ്, ബാർലിയുടെ റൊട്ടിയുമാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കഴിച്ചിരുന്നത്. ജനങ്ങൾക്ക് കൊടുക്കുന്നതോ തുആമുൽ ഇമാറ, VIP ഭക്ഷണം ജനങ്ങൾക്ക്. മഹാൻ കഴിച്ച്, ഇവരൊക്കെയാണ് വലിയ മുതലാളിമാർ എന്ന് പറയുന്നത്. അവർ ജീവിച്ചത് സ്വന്തം അനുഭവിക്കാനല്ല എന്നർത്ഥം. യാ അല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ തബൂക്കിലേക്ക് പോവുകയാണ്. ഗസ്വത്ത് തബൂക്ക്, പുണ്യ നിബിതങ്ങൾ സംബന്ധിച്ച അവസാനത്തെ യുദ്ധമായിരുന്നു തബൂക്ക്. ജയ്ഷുൽ ഉസ്റ എന്നാണ് ആ സംഘത്തിന്റെ പേര്. കഷ്ടകാലത്ത്, കഷ്ടപ്പാടുള്ള സമയത്ത് പോയ സൈന്യമെന്ന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ മുമ്പിലേക്ക് വന്നു. തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ചൂടുകാലമാണ്, ഇതുപോലത്തെ ഒരു ജൂൺ മാസം, കടുത്ത ചൂട്. ആരുടെ കയ്യിലും സമ്പത്തില്ല, ഒട്ടകങ്ങളില്ല, ആയുധങ്ങളില്ല, ഒന്നുമില്ല. തബൂക്കിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഭീഷണിയുണ്ട് ദീനിന്, മദീനയ്ക്ക്. ആ ഭീഷണിയെ എതിരിടാൻ വേണ്ടി പോകണം. 500-ലേറെ കിലോമീറ്റർ, 600 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. സ്വഹാബികളെ, സംഭാവന ചെയ്യണേ, സംഭാവന വേണം, സ്വതക്ക വേണമെന്ന് നബി തങ്ങൾ പറയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 1000 സ്വർണ്ണ നാണയങ്ങൾ, 1000 സ്വർണ്ണ നാണയങ്ങൾ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചുരിഞ്ഞു കൊടുത്തു. അന്നത്തെ ദീനാർ, ആ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കി നബി തങ്ങൾ പറയാൻ, മാ ളറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം, ഇന്നത്തെ ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ഈ സ്വതക്കയുണ്ടല്ലോ, ഇനി ഇതിന് ശേഷം ഉസ്മാൻ എന്നവർ എന്ത് ചെയ്താലും ഉസ്മാൻ എന്നവർക്ക് അത് ഉപദ്രവമാവില്ല. അതുകൊണ്ട് മഹാനവറുടെ ആഖിറം നഷ്ടമാവില്ല. അത് പറഞ്ഞെങ്കിലും ഉസ്മാൻ തങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ലേ? മനസ്സിലാക്കണം. അത് ബദരീങ്ങളെ പറ്റി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. കാരണം ബദരീങ്ങൾ അള്ളാഹുവിനനുസരിക്കുന്നവരാ. ബദരീങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി ഗഫർതു ലക്കും, ബദരീങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ എനിക്ക് ബദറിൽ ഇറങ്ങിയവരല്ലേ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് ബദരീങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അല്ല, അവർ തെറ്റിലേക്ക് പോയവരല്ല. പക്ഷെ നബി തങ്ങൾ അതൊരു സ്നേഹം കൊണ്ട് പറഞ്ഞ വാക്കാണ്. ഉസ്മാൻ തങ്ങൾ 1000 സ്വർണ്ണ നാണയം ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്തു. ആലോചിച്ച് നോക്കി, അന്നത്തെ വെള്ളി നാണയമാണ് ദിർഹം, അന്നത്തെ സ്വർണ്ണ നാണയം ദീനാർ, 1000 ദീനാർ. മാ ളറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്ത് വന്ന കച്ചവട സാധനങ്ങൾ മദീനയിലെ മിസ്കീന്മാർക്ക് സ്വതക്കയാണെന്ന് പറഞ്ഞ സ്വഹാബിയാണ്. നബി തങ്ങളുടെ സ്വഹാബിമാർക്ക്, അഹ്ലു ബൈത്തിന്, നബി തങ്ങളുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന നമ്മുടെ ഉമ്മമാർ, അവർക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരും ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിൽ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടങ്ങളിൽ എത്രയോ അവരെ സഹായിച്ചിട്ടുണ്ട്, അവർക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കാര്യം പറയുന്നുണ്ട്, 40,000 ദീനാർ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടെ ഒരു ഭൂമി വിറ്റപ്പോ 40,000 സ്വർണ്ണ നാണയം കിട്ടിയപ്പോ അത് ഓഹരി വെച്ചതിൽ ഒരു വലിയ ഓഹരി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചപ്പോ മഹദി പറഞ്ഞു, ലാ യഹ്നു അലൈകുന്ന ബഅദി ഇല്ല സ്വാലിഹൂൻ,
എൻ്റെ ഹബീബായ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന ദുആ ഞാൻ കേട്ടിട്ടുണ്ട്. തങ്ങൾ പറയുന്നത്, തങ്ങൾ പറഞ്ഞ ഒരു കലാം, ഒരു ഹദീസ് എനിക്ക് ഓർമ്മയുണ്ട്. ലാ യഹ്നു അലൈകുന്ന ബഅദി ഇല്ല സ്വാലിഹൂൻ. ആയിഷ ബീവി, ഹഫ്സ ബീവി, സഫിയ ബീവി, എൻ്റെ കാലശേഷം എൻ്റെ ഭാര്യമാരായ നിങ്ങളോട് കരുണയും വാത്സല്യവും കാണിക്കുന്നത് സ്വാലിഹീങ്ങളായിരിക്കും. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ സ്വാലിഹാണെന്നതിൽ ഒരു സംശയവും വേണ്ട. എന്നിട്ട് ആയിഷ ബീവി ദുആ ചെയ്തു കൊടുത്തു, സഖല്ലാഹു ഇബ്നു ഔഫിൻ മിൻ സൽസബീലിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ സൽസബീൽ എന്ന ആ ഒരു മനോഹരമായ പാനീയം അല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് കുടിപ്പിക്കട്ടെ. സഖല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ മിൻ സൽസബീലിൽ ജന്ന. ഇവർ അങ്ങനത്തെ സ്വാലിഹീങ്ങളാണ്. ദാനമായിരുന്നു, ദാനമാണ്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു 7 ലക്ഷം ദിർഹമിന് അവരുടെ ഒരു തോട്ടം വിറ്റ കഥ പറയുന്നുണ്ട്. ആ ഒരു രാത്രി മഹാൻ ഉറങ്ങിയിട്ടില്ലത്രേ. 7 ലക്ഷം പിന്നെ എങ്ങനെ വിൽക്കുക? അത് സ്വതക്ക ചെയ്യാം മഹാനവറുകൾ. നേരം വെളുക്കുന്നവരെ കൊടുത്തു തീർക്കാൻ പറ്റുന്നതൊക്കെ തീർത്തു. പിന്നെ രാത്രിയായില്ലേ, അന്ന് രാത്രി ഉറങ്ങിയില്ല. നേരം വെളുത്തപ്പോ ഫഫറഖഹു, അത് മുഴുവൻ ജനങ്ങളിൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. ത്വൽഹ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴേ അവരും നമ്മളെപ്പോലെ ചിന്തിക്കുന്ന മനുഷ്യരാ. എൻ്റെ മക്കള്, എൻ്റെ കുട്ടികളെ കല്യാണം കഴിക്കണ്ടേ, അവർക്ക് വീട് വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ എന്നൊക്കെ അവർക്ക് ആലോചിക്കാം. പക്ഷേ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് കൊടുക്കുന്നവർ, അത് സജ്ജനങ്ങളുടെ അടയാളമാണ്. പിശുക്ക് അന്ത്യനാളിൽ വർദ്ധിച്ചു വരുന്നതാണ്. ഓരോരുത്തർക്കും ഓരോരോ കമ്മിറ്റ്മെൻറ്റ്. എൻ്റെ ക്രെഡിറ്റ് കാർഡിന് പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, അവിടെ കടം, ഇവിടെ കടം, എല്ലാവർക്കും വിഷമങ്ങളാണ്. എന്നാലും ഉള്ളതിൽ നിന്ന് അള്ളാഹുവിന് നൽകുന്ന ഒരു സൽസ്വഭാവം, അത് സജ്ജനങ്ങളുടേതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാ വിഷയങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരാവശ്യം വന്നെത്തുമ്പോൾ നിങ്ങളത് കണ്ടില്ലെന്ന് നടിക്കരുത്.